ഇപ്പൊ നിങ്ങള് കപ്പിളല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ഫാമിലി ഉണ്ടായിരിക്കും. അപ്പൊ അതിനെപ്പറ്റി അറിയണമെന്നുണ്ട്. റസിയത്ത് മാരീഡ് ആണോ? അതെ അതെ, ഞാൻ മാരീഡ് ആണ്. എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത മകന് 18 വയസ്സായി. 18 വയസ്സോ? 18 വയസ്സ്. മൂത്ത മകന് 18 വയസ്സായി. രണ്ടാമത്തെ മോനിക്ക് 11 വയസ്സായി. രണ്ട് കുട്ടികള്, രണ്ടും 2 ആൺകുട്ടികൾ. എന്റെ ആൺകുട്ടികളാണ്. കൂടെ അഭിനയിക്കുന്ന 2 ആൺകുട്ടികൾ എന്റെ മക്കൾ തന്നെയാണ്. പ്രത്യേകിച്ച് നൂഹ് എപ്പോഴും അഭിനയിക്കാറുണ്ട് കൂടെ. രണ്ടാമത്തെ ആള്. അതെ, രണ്ടാമത്തെ ആൾ അഭിനയിക്കാറ്. മൂത്ത ആൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. പക്ഷെ ആള് ഓറഞ്ച് വീഡിയോയില് തന്നെ നല്ലൊരു പാർട്ടാണ്. അവൻ ക്യാമറയ്ക്ക് പുറകില് അങ്ങനെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ മാനേജ് ചെയ്യുന്ന ആൾ. പ്രതിഭയുടെ ഫാമിലിയെ കുറിച്ച് പറയൂ. എനിക്ക് അച്ഛൻ ഒരു 3 വർഷം മുമ്പ് മരിച്ചുപോയി. അമ്മ, ബ്രദർ, സിസ്റ്റർ. കല്യാണം കഴിച്ചിട്ടില്ല. അല്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്താണ് കല്യാണം കഴിക്കാതെ ഇത്രയും ഇതാണ് ബാച്ചിലർ ആയിട്ട് ഇരുന്നത് ചോദിക്കുകയാണെങ്കിൽ പറയാൻ പറ്റും. ഞാൻ കല്യാണം കഴിക്കില്ല എന്നൊരു ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുള്ള ആളൊന്നുമില്ല. അതങ്ങനെ സംഭവിച്ചില്ല, അത്രേ ഉള്ളൂ. നാടകമായിട്ടും ഇങ്ങനെ പോകുന്നതിലിടയ്ക്ക് സത്യം പറഞ്ഞ കല്യാണം കഴിക്കാൻ മറന്നുപോയൊരു സംഭവമുണ്ട്. പിന്നെ നമ്മൾ സാമ്പത്തികമായിട്ടൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ, ഒന്ന് സ്റ്റാൻഡ് ആവട്ടെ എന്നൊക്കെ കരുതിയിട്ട് കുറെ വെയിറ്റ് ചെയ്തു. സ്റ്റാൻഡ് ആയൊന്നുമില്ല. അപ്പോഴത്തേക്ക് ഇങ്ങനെ സമയമൊക്കെ ഞാൻ കുറേശ്ശെ ഇപ്പൊ ഇതേപോലെ ആയി. ഇനിയിപ്പൊ നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. സ്റ്റിൽ വെയിറ്റിംഗ്. അപ്പൊ അമ്മ അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ പറയില്ലേ കല്യാണം കഴിച്ചുകൂടെ മോനെ എന്നുള്ളത്? ഭയങ്കര നിർബന്ധമാണ്. ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാണ് ഒരുപാട്. ഇപ്പൊ ലൊക്കേഷനിലായിക്കോട്ടെ, പുറത്ത് ആരാധികമാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ പ്രൊപ്പോസൽസും വരുന്നുണ്ടാവും. 100% ഉണ്ടാവും. ചെറുതായിട്ടൊക്കെ ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ എന്താ ഒഴിവാക്കി വിടുകയാണോ അതോ? അല്ല, ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു ചേർന്ന് വരുന്ന ചില സംഭവങ്ങൾ വരുമ്പോ നമുക്ക് അപ്പൊ ഡേറ്റ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അല്ല എന്തായാലും ഇപ്പൊ ആ ഒരു ജനറേഷൻ കല്യാണം കഴിച്ചില്ലേ. ഇപ്പൊ ഈ ജനറേഷൻ കല്യാണം കഴിക്കുമ്പോ ഡേറ്റ് ഒക്കെ ചെയ്തിട്ട് കല്യാണം കഴിക്കുന്നത് നല്ലത്. അതെ അതെ, തീർച്ചയായിട്ടും ഒരു പരസ്പര ധാരണയിലൊക്കെ കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക, പ്രതിവട്ടം കല്യാണം കഴിച്ചിട്ടില്ല, ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ താത്തയുടെ വീട്ടില് ഉപ്പ ഉമ്മ അവരെ പറ്റി പറഞ്ഞില്ല? ഉമ്മ ഉണ്ട്, ഉപ്പ ഇല്ല. ഉപ്പ മരിച്ചിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞു. ഈ ഒരു നോമ്പ് വന്നപ്പോ 1 വർഷം കഴിഞ്ഞു. പിന്നെ ഒരു അനിയത്തിയും ഒരു ഏട്ടത്തിയും ഉണ്ട്. 2 പേരും കല്യാണം കഴിഞ്ഞു. പിന്നെ ഞാനൊരു സിംഗിൾ മോമാണ്. പല ആൾക്കാരും കമന്റ് ബോക്സിലൂടെ ഞങ്ങളോട് പറയുകയും എന്താ പറയാ, എന്നെ അതിലേറെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന പല തരത്തിലുള്ള കമന്റുകൾ വരാറുണ്ട്. ഞാനൊരു സിംഗിൾ മോം തന്നെയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സിംഗിൾ മോം തന്നെയാണ്. ഞങ്ങള് പിരിഞ്ഞിട്ട് 4-5 വർഷം കഴിഞ്ഞു. പിരിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വന്നതും എല്ലാം. സ്വന്തമായിട്ടൊരു വരുമാനം വേണം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വന്നതും. ഇപ്പൊ മാഷാ അല്ലാഹ് സമാധാനത്തോടെയും സന്തോഷമായിട്ടും ഞാൻ എന്റെ മക്കളും കഴിയുന്നു. ഇപ്പൊ നിങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ? ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ. ഓക്കെ. അപ്പൊ ഫാമിലി ഇപ്പോ താത്തയുടെ ഫാമിലിയാണ് കൂടെ ഉള്ളത്? അതെ അതെ, എന്റെ ഫാമിലിയാണ്. അപ്പൊ അഭിനയിക്കാനൊക്കെ അവർക്ക് കുഴപ്പമില്ല? ഒരു കുഴപ്പമില്ല. പണ്ട് മുതൽക്കേ ഉമ്മാക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഉമ്മാട് പോയി ചോദിക്കണമെന്ന് സുനിൽ മാഷ് ചോദിക്കണം എന്ന് പറഞ്ഞില്ലേ. ഉമ്മാനോട് പോയി ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു ഓക്കെ അതിനെന്താ അഭിനയിച്ചോന്നാ അമ്മ പറഞ്ഞത്. എന്റെ ഏറ്റവും കൂടുതൽ എന്റെ പിറകില് ഭയങ്കര ഒരു ഇതില് ഉമ്മയാണുള്ളത്. ഇപ്പം എന്റെ ആദ്യ തുടക്ക സമയത്തൊക്കെ എന്റെ കുടുംബക്കാരൊക്കെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. എന്നോട് എന്റെ ഒരു ഫാമിലി ഫ്രണ്ട് പറയണ്ടായി ഒരിക്കൽ, നിന്റെ കമന്റ് ബോക്സ് തുറക്കാൻ പറ്റില്ല, ഫുൾ തെറിയായിരിക്കും എന്ന്. കാരണം ഞാൻ അധികം നെഗറ്റീവ് റോളുകളാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ നെഗറ്റീവ് റോളിൽ ചില ആൾക്കാർ സത്യാന്ന് കരുതിയിട്ട് കമന്റ്സ് ഇടുന്ന തരത്തിലായിരിക്കാം, അല്ലെങ്കിൽ ആയിരിക്കും എന്ന് തന്നെ പറയാം. അപ്പൊ അത് എന്നെ ഒന്ന് വല്ലാണ്ട് വിഷമിപ്പിച്ചിരുന്നു. ഞാൻ എന്നിട്ട് എന്റെ ഓഫീസിൽ ഓറഞ്ച് മീഡിയയിൽ വന്നിട്ട് ഷാജിഖാനോടും എന്റെ മറ്റുള്ള സുഹൃത്തുക്കളോടൊക്കെ പറയുകയും വിഷമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് അന്നും ഇന്നും ഒരൊറ്റ കാര്യമുള്ളൂ, എന്നെ വേദനിപ്പിക്കുന്നവരാവട്ടെ എന്നെ സന്തോഷിപ്പിക്കുന്നവരാവട്ടെ ആരുടെയും കാല് പിടിക്കാണ്ട് എന്റെ മക്കളെ നോക്കണം. അതിനൊരു വഴി വേണം. സുരക്ഷിതമായിട്ടൊരു സ്ഥലത്താണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് എന്നൊരു മനസ്സമാധാനം എനിക്കുണ്ട്. ഇപ്പൊ മക്കൾക്ക് ഓക്കെയാണ്, ഒന്നും കുഴപ്പമില്ലല്ലോ? മക്കള് ഞാൻ നേരത്തെ പറഞ്ഞില്ല, 18 വയസ്സായ മോന്, അവന് ഒരു കുഴപ്പമില്ല. മാത്രല്ല ഞാൻ എന്റെ മക്കളെയും കൊണ്ടാണ് പല ദിവസവും ഓഫീസിലോട്ട് വരുന്നത്. അതുകൊണ്ട് എന്റെ ഉമ്മാക്കും കുഴപ്പമില്ല. പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയി, ഞാൻ എന്റെ വീട്ടിലോട്ട് ചെന്ന എന്റെ ഉമ്മ ആദ്യം എന്താ പറയാ അറിയോ, കാണിച്ച ഈ അഭിനയിച്ച വീഡിയോ ഒക്കെ ഉമ്മയുടെ എപ്പോഴും അത് പറഞ്ഞിട്ട് ഇരുന്ന വീഡിയോ. അതില് വലിയ പ്രോത്സാഹനം ഇല്ല. വലിയൊരു പ്രോത്സാഹനം വേറെ ഇല്ല.
എപ്പോഴും കൂടെ കട്ട സപ്പോർട്ടാണ്. ഇപ്പൊ എല്ലാവർക്കും സപ്പോർട്ടാണ്. നമ്മളൊന്ന് 10 ആൾ അറിഞ്ഞപ്പോ എല്ലാവരും ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. പണ്ട് കുറ്റപ്പെടുത്തിയിരുന്ന ആൾക്കാരൊക്കെ ഇന്ന് ഞാന് ഓളുടെ മാമനാണ്, അല്ലെങ്കിൽ അമ്മാവന്റെ മോനാണ്, അല്ലെങ്കിൽ എളാപ്പാടെ മോനാണ്, മൂത്താപ്പാടെ മോനാണ്, അങ്ങനെയുള്ള ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ആ ഒരു പേരിനെ വലിയൊരു പ്രശസ്തിയായിട്ട് കാണുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇപ്പൊ ഉണ്ട്. അതിൽ വലിയ സന്തോഷം തന്നെയാണ്. ആൾക്കാര് മനസ്സിലാക്കുന്നു, അംഗീകരിക്കുന്നു എന്നതൊക്കെ വലിയ കാര്യം തന്നെയല്ലേ. സന്തോഷമാണ്. പ്രതിഭയുടെ വീട്ടിലെങ്ങനെയാണ് ഇപ്പൊ അമ്മയ്ക്കും ബാക്കി ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇങ്ങനെ അഭിനയിക്കാൻ നടക്കുന്നതിന് എന്തെങ്കിലും പരാതിയോ പരിഭവം അങ്ങനെ ഒന്നും തോന്നി? ആദ്യകാലത്തൊക്കെ പരാതി ഉണ്ടായിരുന്നു. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ താല്പര്യക്കുറവുണ്ടായിരുന്നു. എന്തെങ്കിലും ജോലിക്ക് പോവുക, നാടകം കളിച്ച് നടക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വീട്ടിൽ നിന്ന് സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പല്ലേ, ഇപ്പൊ ആരും അങ്ങനെ പറയില്ല, പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി. കുറച്ചൊക്കെ പറഞ്ഞു നോക്കി. അതെ അതെ, കുറച്ച് കൂടുതലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പൊ അതൊക്കെ വിട്ടു. ഇനി നടക്കില്ല. ഇപ്പൊ ഒരു ഫെയിം ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് ഇപ്പൊ എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡ്, എങ്ങനെയാണ്? വളരെ സന്തോഷമാണ് എല്ലാവർക്കും. ഫോണ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരാണല്ലോ പലപ്പോഴും കാണുന്നത്. അപ്പൊ നമ്മൾ അഭിനയിക്കുന്ന വീഡിയോസ് ഒക്കെ അവർ കാണാറുണ്ട്, അഭിപ്രായം പറയാറുണ്ട്. അപ്പൊ ബ്രദറിന്റെ കുട്ടികളുണ്ട്, അവര് സിസ്റ്ററുടെ കുട്ടികളുണ്ട്, അവർക്കൊക്കെ താല്പര്യമാണ്, എല്ലാവർക്കും താല്പര്യമാണ്. ഇപ്പൊ താത്ത പല വേഷങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പൊ ഹിന്ദു ആയിട്ടും മുസ്ലിം ആയിട്ടും ക്രിസ്ത്യൻ ആയിട്ടൊക്കെ ചെയ്യും. അതേപോലെ തന്നെ പ്രദീപേട്ടനും അതെ. ഇടയ്ക്ക് മറ്റേ മൊയിലിയാര് പെർഫെക്റ്റ് ആയിട്ടോ. ഈ നോർമൽ ഡ്രസ് ചെയ്ത് നടക്കുന്നേക്കാളും ഒരു പ്രത്യേക രസമാണ് അത് കാണാൻ. പ്രത്യേകിച്ച് നാരിയൊക്കെ ഇട്ടിട്ട് നല്ല രസമാണ് കാണാൻ. വേറെ എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ലുക്സിൽ രണ്ടുപേരും വരാറുണ്ട്. ഇപ്പൊ താത്ത തട്ടിടാത്ത വീഡിയോസിനൊക്കെ ഭയങ്കര കമന്റ്സ് വരാറുണ്ട്. ഇപ്പൊ ശരിക്കും മുസ്ലിം ആണോ, അതല്ലെങ്കിൽ കുറച്ചുകൂടി ജാതി മത ആ സാധനം ഒരു സ്പർദ്ധ സാധനം ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അത്തരം കമന്റുകൾ നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് നോക്കി കാണുന്നത്? സത്യം പറഞ്ഞ ഞങ്ങൾ അതൊക്കെ എൻജോയ് ചെയ്തിട്ട് ആദ്യം ഒന്ന് വായിക്കും. അതെ, സത്യത്തിൽ ആദ്യം ഈ കമന്റ്സ് കാണുമ്പോ, നെഗറ്റീവ് കമന്റ്സ് കാണുമ്പോഴൊക്കെ ഇത്ര മതപരമായിട്ടുള്ള ചില കമന്റ്സ് ഉണ്ട്. തട്ടിട്ടില്ല, എന്തുകൊണ്ട് തട്ടടാതെ അഭിനയിക്കുന്നു. ഇവരിത് റസിയയെ പോലെ ഒരു സാധാരണ സ്ത്രീയോട് അവർക്ക് പറയാൻ കഴിയും. വലിയ ആർട്ടിസ്റ്റുകള് സിനിമകളിലുണ്ട്, അവരോടൊന്നും ഇവര് ആരും പറയാൻ പോകുന്നില്ലല്ലോ. അപ്പൊ തട്ടിടുന്നുണ്ടോ ഇല്ല, അതിലൊന്നും വലിയ കാര്യമുള്ളതായിട്ട് തോന്നുന്നില്ല. ആദ്യമൊക്കെ ഒരു വിഷമം തോന്നിയിരുന്നു, വളരെ തെറിയൊക്കെ ഞങ്ങളുടെ വീഡിയോസിന്റെ ചോട്ടിലൊക്കെ വരും. അപ്പൊ അതൊന്നുമില്ല. ഞാനത് ഇത്രേ മനസ്സിലാക്കുന്നുള്ളൂ, ഞാനത് നെവർ മൈൻഡ്. മാനസിക വൈകൃതമുള്ള ആളുകൾ മാത്രമേ നെഗറ്റീവ് കമന്റ്സുമായിട്ട് വരുള്ളൂ. അത് അവരുടെ മനസ്സിന്റെ വൈകൃതമാണ് അവരായി എഴുതിയിരിക്കുന്നത്. പ്രൊഫൈലിലൊക്കെ വലിയ ദേവാലയത്തിന്റെയോ ദൈവത്തിന്റെയൊക്കെ ഫോട്ടോ വെച്ചവരാണ് ഈ വന്നിട്ട് കമന്റ് ചെയ്യുന്നത്. നമ്മളത് മൈൻഡ് ചെയ്യാറേ ഇല്ല. ഇപ്പൊ ആദ്യത്തിലൊക്കെ ഒരു അയ്യോ എന്താ ഇങ്ങനെ നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ അവരിത് അഭിനയാണെന്ന് തിരിച്ചറിയാതെയാണ് ചോദിക്കുന്നത്. ഇത് കഥാപാത്രമായിട്ടല്ലേ അഭിനയിക്കുന്നത്. കഥാപാത്രം ഒരു ഹിന്ദു കഥാപാത്രമാണെങ്കിൽ തട്ടിടേണ്ട കാര്യമില്ല. പക്ഷെ അപ്പോഴും ചോദിക്കുന്നത് എന്തുകൊണ്ട് തട്ടിട്ടില്ല, തട്ടിടാതെ അഭിനയിക്കുന്നത്, അങ്ങനെയല്ലെങ്കിൽ ഒരു വിലയും കൊടുക്കാറില്ല. നരകത്തിലോ ടിക്കറ്റ് ബുക്കിടാതെ ആ കഥാപാത്രം ആവശ്യപ്പെടുന്നത് ചിലപ്പം ഒരു തൊട്ട് സിന്ദൂരൊക്കെ തൊട്ടിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. ഭയങ്കര ഐശ്വര്യം കേട്ടോ കാണാൻ. അപ്പൊ അങ്ങനെയുള്ള അതായിരിക്കും. അപ്പൊ എന്നിലെ ഒരു നടി അതിനെ എത്രത്തോളം നന്നാക്കുക എന്നായിരിക്കും ഞാൻ ആദ്യം ചിന്തിക്കേണ്ടത്. പിന്നെ കമന്റ് ബോക്സിൽ പല ടൈപ്പ് കമന്റ് വരും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞങ്ങൾ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അതുപോലെ തന്നെ ഞങ്ങള് ചിലപ്പോ നല്ല വീഡിയോസ് ചെയ്താൽ കൂടി ഇതെന്ത് ഈ കൂതറുകൾ കാട്ടിയത് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ മതം വിളമ്പുന്നവരെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഈ മതം വിളമ്പുന്നവര് എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും ഒരു നേരം ആഹാരം തരില്ല. ഞാൻ ജോലി ചെയ്താൽ മാത്രമേ എനിക്ക് ഇവിടെ, ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് പറയാണ്, എനിക്ക് പ്രത്യേകിച്ച് കൊണ്ടുവന്നേരാൻ ആരുമില്ല. ഉപ്പയോ ആങ്ങളാരോ ആരുമില്ല. ഞാൻ തന്നെ അധ്വാനിക്കാൻ ഇറങ്ങണം എന്റെ കുഞ്ഞുങ്ങള് ഭക്ഷണം കഴിക്കണമെങ്കിൽ. അപ്പോ ഞാൻ മോശപ്പെട്ട ഒരു രീതിയിലൂടെ നടന്നിട്ട് സമ്പാദിക്കുന്ന ഒരു സ്ത്രീ അല്ല. നിങ്ങളുടെ മുൻപിൽ വന്നിരുന്ന് അഭിനയിച്ച് എന്നിട്ടാണ് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. മാത്രമല്ല എന്റെ 18 വയസ്സായ എന്റെ കുഞ്ഞില്ലാത്ത വിഷമമൊന്നും കമന്റ് ബോക്സിൽ എന്റെ ആങ്ങളമാർക്ക് വേണ്ട. അതിന്റെ ആവശ്യം നിങ്ങൾക്കില്ല. പിന്നെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടേഴ്സ് ഇവരങ്ങോട്ട് ഉൾക്കൊണ്ടിട്ടേ അത് റിയൽ ആണെന്ന് വിചാരിച്ചിട്ട് ഇവള് നശിച്ചു പോകും, ഇവള് നരകത്തിൽ പോകും,
നാവ് പിടിച്ചു പക്ഷെ അതൊരു ഒരർത്ഥത്തില് ഒരു അംഗീകാരം. ക്യാരക്ടറിന്റെ വിജയമാണ്.